കേരളത്തിലെ സംരംഭ വ്യവസായ സ്ഥാപനങ്ങൾക്ക് കുതിപ്പിലേക്കുള്ള പാതയൊരുക്കാൻ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് ഫെബ്രുവരി 8-നാണ് നടക്കുന്നത്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് എല്ലാ സെഷനുകളിലും പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിലാണ് മീഡിയ വൺ ബിസിനസ് കോൺക്ലേവ് നടക്കുക. ബിസിനസ് രംഗത്തെ അധികായരെ ആദരിക്കുന്ന മീഡിയ വൺ ബിസിനസ് എക്സലൻസ് പുരസ്കാരം കോൺക്ലേവിൽ വിതരണം ചെയ്യും. പുതിയ ബിസിനസ് ഐഡിയകളും സ്ട്രാറ്റജികളും അന്വേഷിക്കുന്നവർക്കായി ഇതാ ഒരു 1 മിനിറ്റ് സക്സസ് സ്റ്റോറി. 8 മുതൽ 10-11 മണിക്കൂർ കമ്പ്യൂട്ടർ സ്ക്രീനിന് മുന്നിൽ. ഒന്ന് ബ്രേക്ക് എടുക്കുമ്പോൾ മൊബൈൽ ഫോൺ നോക്കണം. ഇന്ത്യയിൽ 3-ൽ ഒരാൾക്ക് വീതം കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, സ്വാഭാവികം. ഈ കാഴ്ചാ പ്രശ്നം കൊണ്ട് ക്ലിക്കാകുന്ന ബിസിനസ്സാണ് സ്പെക്സ് കച്ചവടം. പക്ഷേ കണ്ണട ഷോപ്പുകൾ നമ്മുടെ നാട്ടിലെമ്പാടും കാലങ്ങളായുണ്ട്. അപ്പോൾ ഒരു സാധാരണ കണ്ണട കമ്പനിക്ക് ചാൻസ് ഉണ്ടോ? എന്നാൽ നല്ല കാഴ്ചപ്പാടുള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പീയൂഷ് ബൻസാലിന്റെ ലെൻസ് കാർട്ട് വർക്കൌട്ട് ആവുന്നത് ഈ ബിസിനസ് കാഴ്ചപ്പാട് കൊണ്ടാണ്. കണ്ണടകളെ കുറിച്ചുള്ള പ്രതിച്ഛായയെ അട്ടിമറിച്ചു ബൻസാൽ. പകരം കണ്ണടയെ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആക്കി അവതരിപ്പിച്ചു, സ്റ്റൈലിന്റെ മാനദണ്ഡമാക്കി. കാഴ്ചാ പ്രശ്നമില്ലാത്തവർക്ക് പോലും ഒരു കണ്ണട ധരിച്ചില്ലെങ്കിൽ എന്തോ സ്റ്റൈൽ കുറയുമെന്ന തോന്നലുണ്ടാക്കും വിധം അടിപൊളി ഫ്രെയിമുകൾ ഇറക്കി. കാഴ്ചാ പ്രശ്നത്തെക്കാൾ ഒരു ഫാഷൻ പ്രശ്നമായി കണ്ണട മാറി. മാസത്തിൽ കണ്ണട ഫ്രെയിം മാറ്റിയില്ലെങ്കിൽ കുറച്ചിലായി. അങ്ങനെ സ്പെക്സ് എന്നാൽ ലെൻസ് കാർട്ട് എന്ന നിലയിലേക്ക് ബ്രാൻഡ് വളർന്നു. ലെൻസ് കാർട്ട് ഇത്ര പോപ്പുലർ ആയത് അത് ഓൺലൈനായി വാങ്ങാനുള്ള സൗകര്യം കൊണ്ടുകൂടിയാണ്. കണ്ണട ബിസിനസ് ഇ-കോമേഴ്സ് കമ്പനിയാക്കാനുള്ള ആ ഒറ്റ ഐഡിയ ഇന്ത്യയിലെ ഐവെയർ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ തന്നെ മാറ്റിമറിച്ചു. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് വലിയ വളർച്ചയാണ് ലെൻസ് കാർട്ട് ഉണ്ടാക്കിയത്. ഓൺലൈൻ മാത്രമല്ല, ഓഫ്ലൈനായി ടയർ 1, ടയർ 2 സിറ്റികളിലേക്ക് കൂടി കടന്നു ചെന്നു. അമിത് ചൗധരി, സുമിത് കപ്പാഹി എന്നിവർക്കൊപ്പമാണ് ബൻസാൽ ലെൻസ് കാർട്ടിന് തുടക്കമിടുന്നത്. അപ്പോൾ ബിസിനസ് ക്ലിക്കാകുന്ന ആ ഒറ്റ മിനിറ്റുകളെ പറ്റി അടുത്ത ഷോയിൽ പറയാം. ഇത് ഒറ്റ ക്ലിക്ക്.